ലാലേട്ടൻ ഒരു വില്ലൻ വേഷം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വളരെ സെറ്റിലായിട്ട് നല്ലൊരു ക്യാരക്ടർ കൊടുത്തത്. എങ്ങനെയാണ് അന്ന് സത്യേട്ടൻ പുണ്ണി? അന്ന് ശരിക്കും പറഞ്ഞാൽ ലാലി പറഞ്ഞ പോലെ വില്ലനായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ വീക്കെൻഡിൻ്റെ കഥയാണ് അപ്പുണ്ണി. പ്രേമവും ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളൂ. പ്രേമവും വിവാഹം എന്നുള്ള ചെറുകഥയാണ് അപ്പുണ്ണിയായിട്ട് മാറിയത്. അപ്പുണ്ണി എന്ന നീജൻ എന്നാണ് പുള്ളി ആദ്യം പേരിട്ട്. ആ നീജൻ ഞാൻ വെട്ടിക്കളഞ്ഞാണ്. അപ്പം അന്ന് നെടുമുടി വേണുവിനാണ് നിഷ്കളങ്ക ഭാവമുള്ളത് അപ്പുണ്ണിയുടെ. ബോബിച്ചേട്ടനാണ് അയ്യപ്പൻ നായർ എന്നുള്ള പിശുക്കനായ അമ്മാവനായിട്ട് അഭിനയിക്കുന്നത്. പക്ഷേ ഇവൾക്ക് അമ്മുവിന് മോഹം തോന്നിപ്പിക്കുന്ന ഒരു വൈറ്റ് കോളർ മാൻ, നല്ല കാണാൻ സുന്ദരൻ, അതേസമയം ചിട്ടയോടുകൂടി ജീവിക്കുന്ന ഒരുത്തൻ. പക്ഷെ അവനാണ് കഥയിലെ വില്ലൻ. ആ കഥയിൽ ഒരു വില്ലനുണ്ടല്ലോ, ഒരു ഹീറോ ഒരാളുണ്ട്, ഒരു വില്ലനുണ്ട്. അപ്പോൾ മോഹൻലാൽ വലിയ വില്ലനായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലാലിനെ ആ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യാമെന്ന് നമുക്ക് തോന്നുകയാണ് ചെയ്യുന്നത്. കാര്യം വെച്ചാൽ അത് ലാൽ വരുമ്പോൾ ആളുകൾക്ക് തോന്നുമ്പോൾ ഇവൻ ഇവനാണല്ലോ ഇയാൾ, ആ ഒരു ഇമേജ് അതിൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ആ സിനിമയിൽ മോഹൻലാൽ അഭിനയിക്കുമ്പോഴാണ് ഇയാൾ ഒരു അപാര സാധ്യതകളുള്ള നടനാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. ഞാനത് പിന്നീട് മോഹൻലാലിനോട് പറഞ്ഞിട്ടുണ്ട്. ഒരു ആദ്യത്തെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ചില്ലറ ആക്ടറല്ല ഇയാൾ. കാരണം നമ്മളൊരു ക്യാരക്ടർ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ക്യാരക്ടറായിട്ട് മാറുകയാണ് സ്ക്രീനിൽ. അത് അപൂർവമായ ആളുകൾക്ക് മാത്രം കിട്ടുന്നൊരു സിദ്ധിയാണ്. മോഹൻലാലിന് പോലും കിട്ടിയിരിക്കുന്ന ഒരു ദൈവികമായ സിദ്ധിയാണ്. കാരണം ലാൽ പോലും അറിഞ്ഞുകൊണ്ടല്ല അത് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. പുള്ളിക്ക് അങ്ങനെ അഭിനയിക്കാൻ പറ്റുള്ളൂ, മോശമായിട്ട് അഭിനയിക്കാൻ സാധിക്കില്ല.